فتلك مظاهر لا 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 نحتاج المال كي نزداد جمالا جوهرنا في القلب. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു റമദാൻ ടൈം ലൈഫാണ്. റമദാൻ ഫസ്റ്റ് ഡേയിലെ ഒരു വ്ലോഗാണ്. അപ്പോൾ ഞാൻ അത്താഴത്തിന് എണീച്ച് ഞാൻ ആ ഒരു കുറച്ച് ടൈം മുന്നെയാണ് ഉറങ്ങിയത്, ഒരു 12 മണി ആ ടൈമിൽ. അതുകൊണ്ട് തന്നെ എണീക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടേനി. പിന്നെ എണീച്ച് ഫസ്റ്റ് ഡേ ആണെങ്കിൽ ചോറൊക്കെ ഇനി ചോറ്, ഫിഷ് കറി, ക്യാരറ്റിൻ്റെ ഉപ്പേരി ഇതൊക്കെയാണ്. പിന്നെ ഞാനത് കുറച്ച് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ മെയിനായിട്ട് വേണ്ടത് വെള്ളമാണ്. അപ്പോൾ ഞാൻ ഐസ് ക്യൂബ് ഇട്ടിട്ട് കുറേ ചിലപ്പം ചൂടുവെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, ചിലപ്പം തണുത്ത വെള്ളമായിരിക്കും കുടിക്കാൻ വേണ്ടിയിട്ട് തോന്നുന്നത്. അപ്പോൾ ഇന്ന് നല്ല രീതിക്ക് തണുത്ത വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നിയത്. എനിക്ക് വ്ലോഗ് എടുക്കണമെന്നോ ഒന്നുമില്ല, പെട്ടെന്ന് പോയിട്ട് ഉറങ്ങണമെന്ന് മാത്രമുള്ള മൈൻഡ് എനിക്ക്. കാരണം ഉറങ്ങിയിട്ട് കിടന്നിട്ട് 3 മണിക്കൂർ എന്തായിട്ടുള്ളൂ. പിന്നെ ഫസ്റ്റ് നോമ്പം തന്നെ നമ്മൾ അത്താഴം കഴിക്കാണ്ടിരിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. പിന്നെ പോയിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ എൻ്റെ ഒരു ഞങ്ങളെ വീട്ടിൽ മെയിൻലി ഞങ്ങൾ 4 ആൾ തന്നെ പണിയെടുക്കാനുള്ളതുകൊണ്ട് എനിക്ക് അകം ക്ലീൻ ചെയ്യുന്ന പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ എടുക്കാണ്ട് കിടന്നാൽ പെട്ടെന്ന് എണീക്കാം. നോമ്പാകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് തീർക്കുമല്ലോ, എണീക്കേണ്ടി വരുമെന്ന് കരുതിയിട്ട് ഞാനൊരു 6 മണി ആ ടൈമിൽ തന്നെ ആ ക്ലീനിങ്ങും തീർത്ത് കൃത്യം 6 മണി 6:15 ആ ടൈം ആയപ്പോഴത്തേക്ക് ഞാൻ ഉറങ്ങുകയും ചെയ്തു. പിന്നെ ഞാൻ അങ്ങോട്ട് എണീക്കുന്നത് ഉച്ചയ്ക്ക് 2 മണി 2:15 ആ ടൈമിലാണ്. നല്ല രീതിക്ക് ഉറങ്ങി, കുറേ നേരം ഉറങ്ങിയിട്ടാണ് ഞാൻ നീക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തിനി. കുറച്ച് എൻ്റെ ലാപ്പൊക്കെ ക്ലീൻ ചെയ്യണമെന്നും പിന്നെ കുറച്ച് ഡ്രസ്സും കാര്യമൊക്കെ അയൺ ചെയ്ത് വെക്കണം എന്നൊക്കെ. പക്ഷെ ഒന്നും നടന്നില്ല. അപ്പോഴത്തേക്കും കുറേ ലേറ്റായി. പിന്നെ എണീച്ച് ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല ഇനി. പിന്നെ എന്തായാലും കുറേ നേരം ഉറങ്ങിയല്ലേ, പിന്നെ ഞാൻ പോയിട്ട് ബ്രഷൊക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കുളിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് മേലൊക്കെ കഴുകിയിട്ട് ഞാൻ കുറേ നേരം അങ്ങനെ വെറുതെ ഇരുന്ന്. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് എന്തുണ്ടാക്കണം എന്ന് തലേന്ന് തന്നെ നമ്മൾ പ്ലാൻ ചെയ്തിനി. അപ്പോൾ 2 ടൈപ്പ് സ്നാക്സും പിന്നെ പുഡിംഗ് മിക്സ് ഞാൻ ഈ ഒരു നോമ്പ് സാധനം വാങ്ങിയപ്പോൾ ഞാൻ കുറച്ച് വാങ്ങി വെച്ചേനി. അതിൽ നിന്നൊന്നും ഉണ്ടാക്കണം, ഒരു മാംഗോ പുഡിങ്ങിൻ്റെ അത് ഉണ്ടാക്കണം എന്ന് കരുതേനി. അപ്പോൾ അതാവാൻ വേണ്ടിയിട്ട് ഒരു 4 hours എന്തോ ടൈം എടുക്കും. പിന്നെ ഉണ്ടാക്കുന്ന ടൈം തന്നെ ഒരു 3:30 ആ ടൈം ആയപ്പോഴത്തേക്കാണ്. അപ്പോൾ ഞാൻ പുഡിങ് റെഡിയാക്കി വെച്ച് പിന്നെ അതിൻ്റെ അടുത്ത് പോയിട്ട് ഷമാം ജ്യൂസ് അടിച്ച് വെച്ച് ഇതൊക്കെ ആക്കി വെച്ചാൽ പിന്നെ പണിയൊക്കെ ചെറുതായിട്ട് കുറയില്ല. പണി എന്ന് പറഞ്ഞാൽ ഈ സ്നാക്സ് ഉണ്ടാക്കുന്നതും ജ്യൂസ് ഉണ്ടാക്കുന്ന പണി ഞങ്ങളാണ് ഇപ്പോൾ കുറച്ചെല്ലാം കുറച്ചായിട്ട് ഞങ്ങൾ തന്നെയാണ് ചെയ്ത്. പിന്നെ എൻ്റെ അനിയത്തികൾക്കൊക്കെ എക്സാം ആയതുകൊണ്ട് തന്നെ ഞാൻ മാത്രമാണ് ഇപ്പോൾ വീട്ടിൽ ആ ടൈമിലുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കരുതി ഇനി ഒരു എക്സാം കഴിഞ്ഞിട്ട് കുറച്ച് ടൈം എടുക്കുമല്ലോ, അപ്പോൾ അതൊക്കെ ചെയ്ത് വെക്കാമെന്ന്. സ്നാക്സും കാര്യമൊക്കെ ഓൾറെഡി ഉണ്ടാക്കി വെച്ച് പിന്നെ അത് ഫ്രൈ ചെയ്തെടുക്കുന്നത് കുറച്ച് ഒരു ബാങ്ക് കൊടുക്കാനാവുന്ന ആ ടൈമിലാകുമ്പോഴത്തേക്കാണ്. അപ്പോൾ അതൊക്കെ അനിയത്തികളൊക്കെ വന്ന് ജ്യൂസ് നമ്മൾ മധുരം ആഡ് ചെയ്യാണ്ടാണ് അടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊരു ഐസായിട്ട് ആ രൂപത്തിലായി. പിന്നെ കുറച്ച് മധുരം ആഡ് ചെയ്തിട്ട് കുറച്ചുകൂടെ പാലൊക്കെ ആഡ് ചെയ്ത് നമ്മൾ വീട്ടിൽ അതൊന്നും പാടെ അടിച്ചെടുത്ത് പിന്നെ എല്ലാ നോമ്പിനും ഒരു ഫസ്റ്റിൽ കുറച്ച് ദിവസങ്ങളിൽ ഉണ്ടാവുന്ന ഒരു ഇതാണ് നേരത്തെ കാലത്തെ ഒരു 5:30 ആകുമ്പോഴത്തേക്കും ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കഴിയും, ഫുഡും കാര്യമൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിയും. പിന്നെ അത് എടുത്ത് വെക്കുക 6 മണിക്കാകുമ്പോഴാണ്. പിന്നെ അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എന്ന് പറഞ്ഞാൽ ആ ഒരു നോമ്പ് ബാങ്ക് കൊടുക്കുന്ന ടൈമിൽ ഷടപടയെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന ദിവസങ്ങളും ഉണ്ടാവേണ്ടത്. ഇപ്പോൾ ഇത് ഫസ്റ്റ് ഡേ ആവേണ്ട അറിയില്ല, ഒരു 5:30 ആകുമ്പോഴത്തേക്കും ഈ ഒരു സ്നാക്സും കാര്യം എല്ലാ സാധനങ്ങളും ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഒരു 6 മണി ടൈമിലാണ് നമ്മൾ ടേബിളിൽ എടുത്ത് വെക്കുന്നത്. സ്നാക്സ് ആയിട്ട് സമൂസയും പിന്നെ ചീസ് റോളും പിന്നെ കട്ട്ലറ്റും ഉണ്ടായിനി. ജ്യൂസായിട്ട് ഷമാമിൻ്റെ ജ്യൂസും പിന്നെ ഓറഞ്ച് അതിൻ്റെ ജ്യൂസ് ഉണ്ടായിനി. പിന്നെ പത്തിരി ചിക്കൻ സ്റ്റ്യൂ പിന്നെ ചില്ലി ചിക്കൻ ഇതൊക്കെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഡേറ്റ്സ് ഉണ്ടെങ്കിലും കാരക്ക ഉണ്ടെങ്കിലും നമുക്ക് കൂടുതൽ പച്ചവെള്ളം വെച്ചിട്ട് നോമ്പ് തുറക്കണതാണ് ഇഷ്ടം. അങ്ങനെ ഞാൻ കുറേ മെയിൻലി കൂടുതൽ എല്ലാവരും വെള്ളം തന്നെയാണ് തോനെ കുടിച്ചത്. പിന്നെ ആ ഒരു ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം കഴിക്കാമെന്ന് കരുതി വെച്ചതാണ്. പിന്നെ എനിക്ക് ഒട്ടും സമാധാനം കിട്ടണില്ല. എനിക്ക് അതങ്ങോട്ട് കഴിച്ച് നോക്കി അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. മാംഗോ പുഡിംഗ് ആണെന്ന് അറിയാം, പക്ഷേ എന്തോ അത് തിന്ന് നോക്കണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫുഡ് കഴിക്കണ കൂടുതൽ തന്നെ ഞാൻ പുഡിങ് എടുത്ത് വെച്ചിനി. പക്ഷേ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒട്ടും വയറിൽ സ്ഥലമില്ല. ഇനി ആദ്യം മരുബസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പത്തനും കറിയും കഴിക്കാമെന്നാണ് കരുതിയത്. പക്ഷേ പിന്നെ ഞങ്ങൾ കരുതി തറാവിയൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കാം, അപ്പോഴത്തേക്കും വയറൊക്കെ സെറ്റായിക്കോളും എന്ന് കരുതി തറാവി കഴിഞ്ഞ് കുറേ വെള്ളം കുടിച്ചുകൊണ്ടാണ് തോന്നുന്നു ഞാൻ പോയിട്ട് കുറേ നേരം കിടന്നൊക്കെ ചെയ്ത്. പിന്നെ ഒരു 10-11 മണിക്കാകുമ്പോഴാണ് എണീച്ചത്. എണീച്ച് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് പത്തിരിയും പിന്നെ അതുപോലെ ചിക്കൻ്റെ സ്റ്റ്യൂ പിന്നെ ചിക്കൻ 65 എന്തോ ഇനി അങ്ങനെ അതൊക്കെ ഇരുന്ന് കഴിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ പുഡിങ് കഴിക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ ഇതോടുകൂടി ഞാൻ എൻ്റെ ഒരു റമദാൻ ടൈം ലൈഫ് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇതിൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം ഇടുന്ന റമദാൻ ടൈം ലൈഫാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. പിന്നെ ഞാൻ വളരെ ക്ഷീണിച്ചതുകൊണ്ട് കിടന്നുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ടാവും, അത് നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.